എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് ഹാപ്പി ആയിരുന്നു. എന്തായാലും കോമഡി ഹൊറർ ഒക്കെ വർക്കാണ്. രണ്ട് പാടന്മാരാണ്, കുഴപ്പമില്ല. നല്ല രണ്ടിട്ടാണ് പടം, ആർക്കും ഇഷ്ടമാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇത്ര പേര് പറയാൻ പറ്റില്ല. എല്ലാവരും ഒരു ടീം വർക്ക് തന്നെയായിരുന്നു. എല്ലാവർക്കും കാണാൻ പറ്റും. കോമഡി എല്ലാം ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഡയറക്ഷനും എല്ലാം കൊണ്ട് നല്ല രസകരമായിട്ടുള്ള സിനിമ. എല്ലാവരും പുതുമുഖങ്ങളാണ്, പക്ഷെ നന്നായിട്ട് എല്ലാവരും പ്രകടനം വളരെ നന്നായിട്ടുണ്ട്. നല്ല സിനിമ. കോമഡി ഹൊറർ നന്നായിട്ട് പഠിച്ചു. ഹാപ്പിയാ? എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? അടിപൊളി മൂവിയാണ്, എല്ലാം കാണണം. എനിക്ക് ഹാപ്പിയാണ്. മ്യൂസിക് ഒക്കെ സൂപ്പറാണ്. മ്യൂസിക്, ആറാറൊക്കെ നല്ല ക്യാമറ, ഡയറക്ഷൻ എല്ലാം കൊണ്ടും നന്നായിട്ട്. അക്യുറേഷൻ ശ്യാമന്റെ അഭിനയം ഇഷ്ടപ്പെട്ടു? ശ്യാമന്റെ മോനല്ലേ തകർത്തു. അതെ അതെ. നല്ല ഫിലിമാണ്, കണ്ടിരിക്കാം. നല്ല ഫസ്റ്റ് മൂവി എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും ഭയങ്കര അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ക്ലൈമാക്സ് ഒക്കെ കുറച്ച് ഇമോഷണലും പിന്നെ അതേപോലെ ഭയങ്കര ത്രില്ലിങ്ങുമായിരുന്നു. ക്ലൈമാക്സൊക്കെ മനസ്സിൽ ജിതിൻ ചേട്ടൻ കൊണ്ടുപോയി മ്യൂസിക്, ഡയറക്റ്റിംഗ് ആൻഡ് ഓൾസോ എല്ലാവരും സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളിയായിട്ട് ഞാൻ കുറെ കണ്ടതാ, പക്ഷേ കൊള്ളായിരുന്നു. ഓഡിയൻസിനോട് കാണുമ്പോൾ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഫാമിലി ആയിട്ട് ഫ്രണ്ട്സായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നീ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അവർക്ക് അവരോട് ചോദിക്കാം, എല്ലാവരും പുറകെ വരെയല്ല. എന്തായാലും എല്ലാവർക്കും ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. അഭിനയമൊക്കെ പക്ക എല്ലാവരും അടിപൊളിയായിട്ട്. പേടിച്ചോ പടം കണ്ടിട്ട്? സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു. അടിപൊളി, ഉറപ്പായിട്ട് നിങ്ങൾ കാണിക്കും. എങ്ങനെയുണ്ടായിരുന്നു? സ്കൂളായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്ക് അടുത്ത് എന്താണെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അടിപൊളി. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ഇവളടുത്ത് റിവ്യൂ ചോദിച്ചോ? മാറും. അന്മിന് എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകർപ്പം കണ്ടപ്പം? നല്ലതായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു, നന്നായിട്ട് സീറ്റുണ്ട്. പെട്ടെന്ന് സമയം പോയി. പേടിച്ചാ? ഞാൻ ചെറുതായിട്ട് പേടിച്ചോ. ഇനി കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഫാമിലി ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് ആസ്വദിച്ചിരിക്കാവുന്ന ഒരു സിനിമയാണ്. 2 മണിക്കൂർ പെട്ടെന്ന് പോകും, നിങ്ങൾ പോയതുപോലെ അറിയത്തില്ല. ഞങ്ങളെ കൊണ്ട്
എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അഭിനയിച്ച പടമാണ്, അപ്പോൾ അതിന് ചില കുറ്റങ്ങളൊക്കെ കാണും. മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ബാക്കിയൊക്കെ പറയേണ്ടത് പ്രേക്ഷകരാണ്. കാണാൻ വരുന്ന പ്രേക്ഷകരോടൊക്കെ എന്താ പറയാനുള്ളത്? തുടക്കക്കാരെന്ന രീതിയിൽ ഞങ്ങളവിടെ സപ്പോർട്ട് ചെയ്യുക, പടം വന്ന് തിയേറ്ററിൽ തന്നെ കാണുക, എനിക്ക് പറയാനുള്ളത്. കണ്ടന്റൊക്കെ വിട്ട് ക്രിക്കറ്റിലൊക്കെ ഉണ്ടാകുന്നു. അതെ, ക്രിക്കറ്റ് അല്ല, കണ്ടന്റ് എല്ലാം ഒരുപോലെ കൊണ്ടുപോകും. കണ്ടന്റൊക്കെ എടുത്ത് വെച്ചിട്ട് പോകും എഡിറ്ററിനെ. അപ്പോൾ ഈ കേരള പ്രീമിയർ ലീഗ് പോലുള്ള ലീഗുകൾ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്? അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ തെളിയിക്കണം. എൻ്റെ കോച്ച് ട്രിവാൻഡ്രം റോയൽസ് ഇതെല്ലാം കണ്ടന്റ് കൂടുതൽ ആളുകൾക്ക് ഈ സ്പോർട്സിലോട്ടൊക്കെ വരാനുള്ള ഒരു പ്രചോദനമാകുന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ക്രിക്കറ്റിൽ എല്ലാവരും കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രൊഫഷണൽ സൈഡും കൂടെ നിങ്ങൾ ആ കണ്ടന്റുകളിലൂടെ പറയുന്നുണ്ട്. ഒരു പ്രൊഫഷണലിസം എങ്ങനെയാണ് ബോളിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും വെറൈറ്റികൾ? അല്ല, അത് ഇപ്പം പേഴ്സണലി ഞാനിപ്പോൾ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് പേഴ്സണലി കുറേ ആൾക്കാർ ഇപ്പോൾ എൻ്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുടെ വൈഫ് സിസ്റ്റേഴ്സൊക്കെ ചോദിച്ചാണ് ബാറ്റ് എവിടെ നിന്ന് എനിക്ക് ഇതെല്ലാം ഗിഫ്റ്റ് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ അതൊക്കെ തന്നെ ഒരുപാട് സന്തോഷം. പിന്നെ കുറേ ആൾക്കാരുടെ റീൽ കാണാറുണ്ട്, വൈഫ് ഹസ്ബൻഡിന് ബാറ്റൊക്കെ മേടിച്ചത്. അത് തന്നെ ഒരു ഹസ്ബൻഡിന് ആവശ്യമായിട്ടുള്ള സംഭവം. അപ്പോൾ അത് അത്ര ഹാപ്പിയാവും പുള്ളി. ക്രിക്കറ്റിനോടുള്ള ആളുകളുടെ ഒരു അപ്രോച്ച് ചെറുതായിട്ടെങ്കിലും നിങ്ങളെ കൊണ്ട്, അതായത് ഇങ്ങനൊരു സൈഡുണ്ട്, മറ്റേ പഴയ മടൽ മാറ്റി വെട്ടി കളിക്കുന്നതിനപ്പുറത്ത് ഇതിനകത്ത് ഇങ്ങനെ പ്രൊഫഷണൽ സൈഡുകളുണ്ട്. ഇപ്പോൾ ബോളുകളുടെ വേരിയൻറ്റുകളായാലും പിച്ചിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ആളുകൾ അതിപ്പോൾ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അല്ല, അതിപ്പം നമുക്കിപ്പോൾ ടെന്നീസിലെ കളിക്കുന്ന ആൾക്കാർക്ക് മാത്രം കളിക്കുന്ന, ചിലപ്പോൾ ലെതർ ബോളിൽ കളിക്കുന്ന സാധനം പറഞ്ഞാൽ മനസ്സിലാവില്ല. അവരും ടെന്നീസ് ബോളിൽ കളിക്കുന്ന അതേ സാധനം ഇവിടെ നോക്കും. കാരണം ഇവിടെ കുറേ ടെക്നിക്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ലെതർ ബോളിൽ സമയത്ത് എനിക്ക് ഒരുപാട് ആൾക്കാർ അപ്പോഴേ എനിക്ക് മനസ്സിലായില്ല, ഇങ്ങനെയല്ല, നമുക്ക് കുറേ ടെക്നിക്ക് വൈസ് നമ്മൾ കറക്റ്റാക്കണം, ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നെഗറ്റീവായിട്ട് പറഞ്ഞത്, പക്ഷേ ഞാനത് പോസിറ്റീവായിട്ട് പഠിച്ചു. അങ്ങനെ ക്രിക്കറ്റിലാരാ ഫേവറേറ്റ് പ്ലെയർ? എനിക്ക് ഹാർദിക് പാണ്ഡ്യ. പക്ഷേ ബാറ്റ്സ്മാൻ ആണല്ലോ. ഹാർദിക് പാണ്ഡ്യ ബാറ്റ്സ്മാൻ, ഓൾറൗണ്ടർ ആണ് എങ്കിൽ പോലും ബാറ്റ്സ്മാനിലാണെന്നുണ്ടെങ്കിൽ അല്ല, ഹാർദിക് പാണ്ഡ്യ അതെ അതാണെങ്കിൽ പോലും കൂടുതൽ ബോളിങ്ങിലാണല്ലോ പുള്ളി. എല്ലാവരും പടം കാണുക. രണ്ട് കരിയറും അടിപൊളിയായിട്ട് പോട്ടെ. എനിക്കെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പീസ്ഫുള്ളായിട്ട് പക്ഷേ സ്റ്റുഡൻസിനെ ഒരിക്കലും അത്ര വയലൻ്റായിട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ആ സ്റ്റുഡൻസിനെ കേട്ട്, കാരണം നമ്മളൊരു ഡെമോക്രസി ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചോദ്യം ചെയ്യേണ്ട അവകാശം ഉണ്ടല്ലോ. അപ്പോൾ അവരത് നടത്തുമ്പോൾ അവരോട് സംസാരിക്കാൻ വേണ്ടി അവർ തയ്യാറാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവരോടൊരിക്കലും വയലൻ്റായിട്ട് ഇങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ കൂടെ നിൽക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ കൊച്ചിയിലും ഇവർ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിൻ്റെ കൂടെയാണ്, CJPയുടെ കൂടെയാണ്. CJP എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ പാർട്ടിക്കും അതിൻ്റെതായ ഐഡിയോളജീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ആ പ്രൊട്ടസ്റ്റ് നടത്തിയത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവരുടെ, അതായത്